നല്ല കാറ്റും മഴയൊക്കെ ഉണ്ട് എല്ലാ ഇടങ്ങളിലും. നമ്മൾ നേരത്തെ സ്കൈ വാച്ചിൽ കണ്ടില്ല, എല്ലായിടത്തും അലേർട്ടാണ്. ഈ നമ്മുടെ യെല്ലോ അലേർട്ടും ഓറഞ്ച് അലേർട്ടും ഒക്കെയാണ് എല്ലായിടത്തും. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് കനത്ത കാറ്റിലും മഴയിലും ഒക്കെ വ്യാപകമായ നാശനഷ്ടങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കണ്ണൂർ കണ്ണവത്ത് ഒരു വീടിന് മുകളിലേക്ക് മരം വീണ് ഗൃഹനാഥൻ മരണപ്പെട്ടു. കോട്ടയത്ത് മത്തക്കരയിലും അതുപോലെ കോഴിക്കോട് കൊടിയത്തൂരിലുമൊക്കെ മരങ്ങൾ കടപുഴകി വീടുകൾ തകർന്ന സംഭവമുണ്ട്. താമരശ്ശേരിയിൽ നിർത്തിയിട്ട പിക്കപ്പ് വാനിൽ പന മുറിഞ്ഞു വീണ് വാഹനം തകർന്നു. കണ്ണൂർ പള്ളിക്കുന്നിൽ വൈദ്യുതി ലൈനിലേക്ക് മരം വീണ് ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പത്തനംതിട്ടയിലേക്ക് വന്നാൽ അവിടെ പന്തളം പൂഴിക്കാട് UP സ്കൂളിന്റെ മുറ്റത്തെ മരം പുലർച്ചെ കടപുഴകി വീണിട്ടുണ്ട്. നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാം. കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂർ, കോഴിക്കോട് നിന്ന് പ്രസാദ് ഉറുമ്പശ്ശേരി, കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ്, ഒപ്പം പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബു. ഇത്രയും പേർ നമുക്കൊപ്പം ചേരും. ഈ നിലവിലെ മഴ സാഹചര്യങ്ങൾ, ഓരോ ജില്ലയിലെ മഴ സാഹചര്യങ്ങൾ വിശദീകരിക്കും. ആദ്യം ഞാൻ പ്രസാദ് ഉറുമ്പശ്ശേരിയിലേക്ക് പോവുകയാണ്, കോഴിക്കോട്ടേക്ക്. പ്രസാദ്, ഗുഡ് മോർണിംഗ്. കോഴിക്കോട്ടെ സംബന്ധിച്ച് വ്യാപകമായ ഈ മഴക്കെടുതികളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മരം കടപുഴകി വീഴുന്നതും ഗതാഗത തടസ്സവും അടക്കം. എന്താണ് നിലവിലെ സാഹചര്യം? മഴയുണ്ടോ? സതലക്ഷ്മി, കനത്ത മഴ തുടരുകയാണ്. കാരണം ഇന്നലെ രാത്രി മുതൽ തന്നെ അതിശക്തമായ മഴ കോഴിക്കോട് നഗരത്തിലും അതോടൊപ്പം തന്നെ മലയോര മേഖലകളിലും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ പലയിടങ്ങളിൽ നിന്നും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളുടെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിൽ പ്രധാനമായും താമരശ്ശേരി, അതോടൊപ്പം തന്നെ കൂടരഞ്ഞി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതിൽ താമരശ്ശേരിയിലാണ് അവിടെ ഒരു പിക്കപ്പ് വാനിന് മുകളിലേക്ക് പന മുറിഞ്ഞു വീണ് ആ വാഹനം തകർന്നിട്ടുണ്ട്. കൂടത്തായിൽ കുന്നത്തുകണ്ടി സ്വദേശിയായ റഷീദിന്റെ വീടിന്റെ മുകളിലേക്കും മരം വീട് ഭാഗികമായി തകർന്നിട്ടുണ്ട്. KSEB ലൈനും തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ് താമരശ്ശേരി ഭാഗത്ത് നിന്ന് കിട്ടുന്ന വിവരങ്ങൾ. അതോടൊപ്പം കൊടിയത്തൂർ പഞ്ചായത്തിലെ അവിടെ തോട്ടുമുക്കം സ്വദേശിയായിട്ടുള്ള മൈസൂർ പട്ടയിൽ കൃഷ്ണന്റെ വീടാണ്. അവരുടെ വീടിന് മുകളിലേക്ക് മരം വീട് ഭാഗികമായി തകർന്നു. കൂടരഞ്ഞിയിൽ ഹംസ, ഹനീഫ എന്നിവരുടെ വീടിന് മുകളിലേക്കും മരം വീട് ഭാഗികമായി തകർന്നിട്ടുണ്ട്. ഇങ്ങനെ പലയിടങ്ങളിലും, ഏറ്റവും പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ തന്നെയാണ് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ കാണുന്നത്. എന്നാലും നഗരങ്ങളിൽ, പ്രത്യേകിച്ച് കോഴിക്കോട് നഗരത്തിലെല്ലാം തന്നെ ശക്തമായ മഴ നിൽക്കുന്നത്, പലയിടങ്ങളിലും വെള്ളക്കെട്ടെല്ലാം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതായാലും ശക്തമായ മഴ തുടരുകയാണ്. ശരി പ്രസാദ്, ഇനിയിപ്പോൾ നമുക്ക് കോട്ടയത്തെ സാഹചര്യങ്ങൾ കൂടി പരിശോധിക്കാം. കാരണം കോട്ടയത്തും ഈ പറഞ്ഞതുപോലെ നല്ല മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇന്നലെ മുതലേ അവിടെ മഴക്കെടുതികളൊക്കെ ഉണ്ട്. ഗോകുലുണ്ട് നമുക്കിപ്പം. ഗോകുലെ, ഇന്നലെയും മഴക്കെടുതികൾ ഉണ്ടായിരുന്നു, അതിൻ്റെ തുടർച്ച ഇന്നുമുണ്ട്. ഇപ്പോൾ മത്തക്കരയിലും ഈരാറ്റുപേട്ടയിലും ഒക്കെ ഈ ഓരോ നഷ്ടക്കണക്കുകൾ വരുന്നുണ്ട്. എന്താണ് നിലവിലെ സാഹചര്യം? മഴയുണ്ടോ കോട്ടയത്ത്? സേതു, തീർച്ചയായിട്ടും നിലവിൽ ഇന്നലെ മുതൽ തന്നെ ശക്തമായ മഴയും ശക്തമായ കാറ്റും ജില്ലയിൽ അനുഭവപ്പെടുന്നുണ്ട്. അതിന്റെ തുടർച്ച എന്നോണം തന്നെ ഇന്നും സമാനമായ സാഹചര്യം തന്നെയാണ്. ഇന്നും ഓറഞ്ച് അലർട്ട് തന്നെ ജില്ലയിൽ നിലനിൽക്കുകയും ചെയ്യുന്നു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നാശനഷ്ടങ്ങൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ശക്തമായിട്ടുള്ള കാറ്റിൽ മറ്റക്കര എന്ന് പറയുന്ന ഭാഗത്താണ് പലയിടത്തും കനത്ത നാശനഷ്ടം ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. മണ്ണൂർ പള്ളിക്കടുത്ത് വട്ടക്കൊട്ടയിൽ വീട്ടിൽ ആ വീടിന്റെ മുകളിലേക്ക് മരം വീട് പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട്. ജിജോ ജോസഫ് എന്ന് പറയുന്ന ആളുടെ വീടാണ് തകർന്നത്. ഈ വീട് വാടകയ്ക്ക് നൽകിയിരിക്കുകയായിരുന്നു. വാടകക്കാരായിട്ടുള്ള ജോമോനും ഭാര്യ അനു ജോമോനും മക്കളായിട്ടുള്ള കാസലിനും ക്രിസ്റ്റിയും എന്നിങ്ങനെ 4 പേര് ആ വീട്ടിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു. ക്രിസ്റ്റിയുടെ തലയിലേക്ക് ഓടിന്റെ ഭാഗങ്ങൾ വന്ന് വീണ് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എങ്കിലും സാരമായിട്ടുള്ള പരിക്കല്ല എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ബാക്കിയുള്ളവർക്കാർക്കും പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വീട് എന്തായാലും പൂർണ്ണമായിട്ടും തകർന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ജില്ലയുടെ മറ്റു പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ മരം വീണ് ഗതാഗത തടസ്സമടക്കം ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടുണ്ട്. വൈദ്യുതി ബന്ധം പലയിടങ്ങളിലും ഇന്നലെ മുതൽ തന്നെ വിച്ഛേദിക്കപ്പെട്ട് കിടക്കുകയാണ്. മരങ്ങൾ വീണ് രാവിലെ മുതൽ തന്നെ ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. മലയോര മേഖലയിൽ പ്രത്യേകിച്ച് ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ജലാശയങ്ങളിൽ കരകവിഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയിട്ടും ജലനിരപ്പ് ക്രമാനുഗതമായിട്ട് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. കനത്ത ജാഗ്രതാ നിർദ്ദേശം തന്നെ ജില്ലയിലുള്ളവർക്ക് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ശരി ഗോകുൽ. അപ്പോൾ ഗോകുലാണ് കോട്ടയത്ത് നിന്നുള്ള സാഹചര്യങ്ങൾ പ്രേക്ഷകരിൽ എത്തിച്ചത്. ഇനി കോട്ടയത്തിനും സമാനമാണ് പത്തനംതിട്ടയിലെ കാര്യങ്ങളും. പത്തനംതിട്ടയിൽ ഈ പറഞ്ഞതുപോലെ ഇന്നലെയും വലിയ കെടുതികളൊക്കെ ഉണ്ടായി. ശ്രീരാജ് ബാബു അത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചതുമാണ്. ശ്രീരാജ് ഉണ്ട് നമുക്കിപ്പം. ശ്രീരാജ്, ഇന്നിപ്പോൾ എന്താണ് അവസ്ഥ? എനിക്ക് തോന്നുന്നു കുറേയും കൂടിയൊക്കെ നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ സ്കൂൾ മുറ്റത്തൊരു മരം കടപുഴകി വീണിട്ടുണ്ടല്ലേ? എന്താണ് അവസ്ഥ? സേതു, അതുതന്നെയാണ്. ഇന്നലെ മുതൽ ശക്തമായ മഴയുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ മലയോര മേഖലകളിലടക്കം കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെ പന്തളം പൂഴിക്കാട് ഗവൺമെന്റ് UP സ്കൂളിന്റെ വളപ്പിലുണ്ടായിരുന്ന മരമാണ് ഇത്തരത്തിൽ കടപുഴകി വീണത്. അത് നേരത്തെ തന്നെ ഏകദേശം 60 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു മരമായിരുന്നു. നല്ല വലിയ മരമാണത്.
മഴയത്ത് ശക്തമായ കാറ്റിൽ കളപുഴകി വീഴുകയായിരുന്നു. വൈദ്യുതി പോസ്റ്റും അതുപോലെ തന്നെ സ്കൂളിന്റെ മതിലും തകർത്തുകൊണ്ടാണ് ഈ മരം വീണത്. എന്തായാലും രാവിലെ തന്നെ അഗ്നിശമന സേന എത്തി ഈ മരം മുറിച്ചു മാറ്റുകയും മറ്റ് ബുദ്ധിമുട്ടുകൾ, അതായത് ഈ മരം വീണതുമായി സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കെട്ടിടങ്ങൾക്കൊക്കെ എന്തെങ്കിലും കേടുപാടുകൾ പറ്റിയിട്ടുണ്ടോ ശ്രീരാജേ? സേതു, കെട്ടിടങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ പറ്റിയിട്ടില്ലെങ്കിലും സ്കൂളിന്റെ ചുറ്റുമതിൽ തകർന്നിട്ടുണ്ട് ഈ മരം വീണ്. അതുപോലെ തന്നെ വൈദ്യുതി പോസ്റ്റുകൾക്കും തകരാറ് സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ അധ്യാപകരടക്കം രക്ഷിതാക്കളടക്കം ഇത്തരത്തിൽ ഇതിന്റെ കാലപ്പഴക്കവും എല്ലാം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മുറിച്ചു നീക്കാനുള്ള അതിന്റെ ശിഖരങ്ങളെല്ലാം വെട്ടി നീക്കുന്നുണ്ടായിരുന്നെങ്കിലും മരം പൂർണ്ണമായും മുറിച്ചു നീക്കിയിരുന്നില്ല. എന്തായാലും ആ മരമാണ് ഇപ്പോൾ കടപുഴകി വീണത്. കുട്ടികളില്ലാത്ത സമയത്തായതിനാൽ തന്നെ വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെ പറയണം സേതു. ശരി ശരി ശ്രീരാജേ, ശരി. അപ്പോൾ നമ്മൾ കോട്ടയത്തെയും അതേപോലെ പത്തനംതിട്ടയിലെയും കോഴിക്കോട്ടെയും മഴ സാഹചര്യങ്ങൾ അറിഞ്ഞു. ഇനി കണ്ണൂരിലേക്കാണ് പോകുന്നത്. നിഖിലുണ്ട് നമുക്കപ്പോൾ. എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ 2 ദിവസമായി പെയ്യുന്ന ശക്തമായ മഴയിൽ കൂടുതൽ നാശനഷ്ടങ്ങളും മഴക്കെടുതികളും ഒക്കെ റിപ്പോർട്ട് ചെയ്തത് കണ്ണൂരാണ് എന്ന്. നിഖിലെ, കണ്ണൂരെ നിലവിലെ സാഹചര്യം എന്താണ്? ഈ ഒരു മരണം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു വൈദ്യുതി ലൈനിന് മേൽ മരം വീണല്ലോ. അപ്പോൾ ആ മരമൊക്കെ മുറിച്ച് മാറ്റിയോ അവിടെ നിന്ന്? സേതു, ഏതായാലും ആ മരം വീണത് കണ്ണൂർ ദേശീയപാതയിൽ കണ്ണൂർ പള്ളിക്കുന്നിലായിരുന്നു. ഏറെ നേരം ഗതാഗത തടസ്സമുണ്ടായി. ഇപ്പോൾ ഫയർഫോഴ്സ് എത്തി ആ മരം മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതുവഴി കടന്നു പോയിക്കൊണ്ടിരുന്ന ഇലക്ട്രിക് ലൈനിന് മുകളിലേക്കാണ് ഈ മരം വീണത്. അതുകൊണ്ട് തന്നെ 2 വശത്തേക്കും വാഹനം കടത്തിവിടാനാവാത്ത ഒരവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നഗരത്തിൽ ഇപ്പോഴും അതിൻ്റെ ഭാഗമായുള്ള ഗതാഗത കുരുക്ക് തുടരുന്നുമുണ്ട്. ഏതായാലും ഫയർഫോഴ്സ് എത്തി ഇപ്പോൾ ആ മരം മുറിച്ച് മാറ്റി വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ട്. പള്ളിക്കുന്ന സെൻട്രൽ ജയിലിന് മുന്നിലായിരുന്നു ആ മരം വീണത്. മറ്റൊന്ന് സേതു നേരത്തെ പറഞ്ഞതുപോലെ അതിദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് കണ്ണവത്താണ്. കണ്ണവം പഞ്ചായത്തിലെ പെരുവയിൽ വീടിന് മുകളിലേക്ക് മരം വീണ് വീടിനകത്ത് ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഗൃഹനാഥൻ മരിച്ചു എന്നൊരു വാർത്ത കൂടിയാണ് ഉള്ളത് നൽകാൻ. പെരുവഴിയിലെ ചന്ദ്രൻ എന്ന 78-കാരനാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 1:30 ഇത്തരത്തിൽ ഇവരുടെ വീട്ടിന് മുകളിലേക്ക് വലിയ മരം പൊട്ടി വീണത്. ഈ മരത്തിന്റെ ചില്ലകളും ഒപ്പം തന്നെ മരം വീണതിനെ തുടർന്ന് തകർന്ന മേൽക്കൂരയുടെ ഭാഗങ്ങളും ചന്ദ്രന്റെ ദേഹത്തേക്ക് പതിക്കുകയായിരുന്നു. മറ്റ് 2 പേർ കൂടി വീട്ടിനകത്തുണ്ടായിരുന്നു. അവർ ഓടി രക്ഷപ്പെട്ടതിനാൽ വലിയ പരിക്കില്ല. ഫയർഫോഴ്സും നാട്ടുകാരും എല്ലാം ചേർന്ന് ചന്ദ്രനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആശുപത്രിയിൽ എത്തുന്നതിന് തൊട്ട് മുൻപ് മരണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കണ്ണൂരിൽ ഏതായാലും മഴ ഇന്ന് വീണ്ടും കനക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്കാണ് പോകുന്നത്. രാവിലെയൊക്കെ നല്ല മഴ പെയ്തു. ഇപ്പോൾ വീണ്ടും അത്തരത്തിലൊരു മഴയുടെ സാഹചര്യത്തിലേക്ക് പോകുന്നു. മഴ പെയ്യാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. ഇതിനൊപ്പം തന്നെ മഴ അപകടം അല്ലെങ്കിൽ പോലും മറ്റൊരു അപകടം ഉണ്ടായിരിക്കുന്നത് പാലക്കോടാണ്. അവിടെ ഒരു തോണി മറിഞ്ഞ ഒരാളെ കാണാതായി എന്നുള്ള ഒരു വിവരം കൂടി വരുന്നുണ്ട്. ശരി ശരി നിഖിൽ, അപ്പോൾ സേഫായിട്ടിരിക്കും. എല്ലായിടത്തും മഴക്കെടുതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ സംസ്ഥാനത്തെ ഇതുവരെയുള്ള മഴയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നോക്കുകയായിരുന്നു. ഈ പറഞ്ഞതുപോലെ എല്ലാ ജില്ലകളിലും അലേർട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഈ മഴയ്ക്കപ്പുറം മഴ പെയ്തു തോർന്ന പ്രശ്നമില്ല, പക്ഷേ ഈ മഴക്കെടുതികൾ വരുമ്പോഴേ അതാണ് ഒരു വിഷയം. ഈ വലിയ മരങ്ങളൊക്കെ, പടുകൂറ്റൻ മരങ്ങളൊക്കെ വീട്ടിലേക്ക് വീണും അതേപോലെ സ്കൂൾ മുറ്റത്ത് വീണും ഒക്കെയാണ് വലിയ അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ വൈദ്യുതി ലൈനിന് മുകളിലൂടെ വീണും ഒക്കെയാണ് അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴേ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ ഇറങ്ങിക്കോളൂ.